എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ ദിവസങ്ങൾ കഴിയാൻ തുടങ്ങി. റബീഉൽ അവ്വൽ 12 എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പെട്ടെന്ന് രോഗം കൂടി. പ്രവാചകൻ രോഗം പിടിച്ച് കിടക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പൊന്നാര മകളായ മഹ്ദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വാപ്പാനെ കാണാൻ വന്നു. തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ കാണാൻ വന്നപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അടുത്ത് വാപ്പാനെ കണ്ടതും സഹിച്ചില്ല. വാപ്പയുടെ കിടപ്പ് കണ്ടപ്പോൾ സഹിച്ചില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തൻ്റെ വാപ്പാടെ ചാരത്ത് വന്നിട്ട് നിലവിളിക്കുകയാ, കരയുകയാ. തൻ്റെ പൊന്നാര മകള് കരയുന്നു. വാപ്പ അങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, ഫാത്തിമ, വാപ്പയുടെ മരണമെടുത്തു, വാപ്പാടെ മരണമെടുത്തു. ചില അടയാളങ്ങൾ ഞാൻ കണ്ടു തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഫാത്തിമ ബീവി പൊട്ടിക്കരയാൻ തുടങ്ങി. അവിടെ നിന്ന് പറഞ്ഞു, നിന്റെ വാപ്പയുടെ മരണമെടുത്തു എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ, അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരയാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമയോട് പറഞ്ഞു, നീ കരയണ്ട. രണ്ടാമതൊരു രഹസ്യം പറഞ്ഞു, മോളെ, എന്റെ വാപ്പാടെ തൊട്ടു പുറകിൽ നീയുമുണ്ട്. വാപ്പ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വാപ്പയുടെ തൊട്ടു പുറകിൽ എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് മരിക്കുന്നത് നീയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളോട് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് വല്ലാത്ത ഒരു ചിരിയായിരുന്നു. അല്ലാഹുവേ, വാപ്പാനെ വല്ലാതെ സ്നേഹിച്ച മകളാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു